ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ എന്തായാലും കാണാൻ സാധിക്കും. കാരണം തമിഴിലെ പോലെ തന്നെയാണ് മലയാളത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അനു ആണെന്നുണ്ടെങ്കിൽ അലോകിന് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്ക് അലോക് അനുവിനോട് ഭയങ്കര ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നീ എന്തിനാണ് പോലീസുകാർക്ക് എന്നെ പിടിച്ചു കൊടുക്കാൻ നോക്കിയല്ലേ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അനുവിനെ റൂമിൽ വെച്ചിട്ട് കഴുത്തിന് കയറി പിടിക്കാൻ പോകുമ്പോഴേക്ക് അനു ഒരൊറ്റ തള്ളാണ് പിടിച്ചിട്ട്. എന്നിട്ട് അനുവിന്റെ താലി ഉണ്ടല്ലോ, ആ താലി അനു തന്നെ അഴിച്ചിട്ട് ആ താലി വെച്ചിട്ട് അലോകിന്റെ കഴുത്തിൽ ഒരു കുരുക്ക് പോലിടാണ്. എന്നിട്ട് പിടിച്ചിട്ട് വലിക്കാട്ടെ, നോക്ക് എന്റെ കൈക്ക് ഇത്രയേ ഉള്ളൂ, നീ മനസ്സിലായല്ലോ, അതുകൊണ്ട് മര്യാദക്കിരുന്ന നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീ കെട്ടിയെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ താലി ഉണ്ടല്ലോ, ആ താലി കൊണ്ട് തന്നെ നിന്റെ കഴുത്ത് മുറുകി കൊല്ലും ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു അപ്പുറത്തേക്ക് പോട്ടെ, ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് ആ ലോകം വിചാരിക്കുന്നുണ്ട്. ശേഷം അനുക്ക് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടി അച്യുതനോട് പറയണ്ട, എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ വേണമായിരുന്നു, എനിക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തു മാറാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് അലോകിനെ എന്നെയും കൂട്ടിക്കൊണ്ട് ഒന്ന് ടെക്സ്റ്റൈൽസ് വരെ വരാൻ പറ്റുമെന്ന് ചോദിക്കാവോ വല്യമാവാന്ന് ചോദിക്കുമ്പോ അനന്തം പറയണ്ടേടാ അലോകെ, അവളെയും കൂട്ടിക്കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വാ എന്ന് പറയാന്. ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അനു ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടെ അനുവിനെ നാണം കെടുത്താൻ വേണ്ടി തന്നെ അലോക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ബില്ല് കൊടുക്കാൻ അവിടെ സമയത്ത് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് മുങ്ങുവാട്ടോ. അനു ഡ്രസ്സൊക്കെ ബില്ല് ചെയ്യുന്ന സമയത്ത് അലോകിനെ കാണുന്നില്ല. ആ സമയത്താണ് അലോകിന്റെ ക്രെഡിറ്റ് കാർഡ് നേരത്തെ അനു എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അനുവിന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പൈസ വേണമല്ലോ, അതുകൊണ്ട് അലോകിന്റെ ക്രെഡിറ്റ് കാർഡ് അനുവിന്റെ കയ്യിലാണ് കേട്ടോ. അങ്ങനെ അനു ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പൈസയും കാര്യങ്ങളൊക്കെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അറിയുമ്പോൾ അലോക് വല്ലാത്ത ദേഷ്യത്തിൽ ടെക്സ്റ്റൈൽസ് ഒക്കെ വരുന്നുണ്ട്. നിന്നോടത്ത് ആര് പറഞ്ഞാണ്ടി എന്റെ ആ ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് പോയത്, മര്യാദക്ക് എന്റെ ക്രെഡിറ്റ് കാർഡ് താ എന്ന് പറയാണ്. അത് കേൾക്കുന്ന അനു പറയുന്നുണ്ട്, ആരുടെ ക്രെഡിറ്റ് കാർഡ്, നിന്റെ ക്രെഡിറ്റ് കാർഡോ, അതിനായി നിനക്കിനി ഒരിക്കലും തരില്ല എന്ന് പറയണം. അതെന്താടി, മര്യാദക്ക് എന്റെ ക്രെഡിറ്റ് കാർഡ് തന്നോ, എനിക്കത് ആവശ്യമുള്ളതാണ്, നിന്റെ ചെലവിനിട്ട് ചെലവാക്കാൻ വേണ്ടിയിട്ടല്ല അത്, മര്യാദക്ക് ക്രെഡിറ്റ് കാർഡ് തന്നെ എന്ന് അലോക് പറയുമ്പോ അനു പറയണ്ട, അതെ എനിക്കും ആവശ്യങ്ങളുണ്ട്, പൈസയുടെ ആവശ്യം നിനക്ക് എങ്ങനെയാണോ അതുപോലത്തെ ആവശ്യം എനിക്കുണ്ട്, അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് തരുന്ന ഒരു ഇതുമില്ല, എനിക്ക് പല പല പൈസയുടെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഇനി മുതൽ ഈ ക്രെഡിറ്റ് കാർഡ് എന്റെ കയ്യിലിരിക്കും, ക്രെഡിറ്റ് കാർഡിന് വേണ്ടി വെറുതെ വാശി പിടിക്കണ്ട, ആ പോലീസുകാരന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാനൊരു മിസ് കോൾ അടിച്ചാൽ മതി, അയാൾ ഓടി വരും, അതുകൊണ്ട് മിണ്ടാതെ വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അനു വണ്ടിയിലേക്ക് കയറാണ്. അലോകും വണ്ടിയിലേക്ക് കണ്ടു, ഓ ഇവളെ കെട്ടിയത് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവണ്ടായിരുന്നു, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് തിരിച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനു വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി അനുവിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഒരു മാല മുത്തശ്ശി അനുക്ക് കൊടുക്കേണ്ട സ്വർണത്തിന്റെ മാലയാണ് കേട്ടോ. എന്നിട്ട് അനുമോളെ ഇത് നീ ഇട്, ഇത് മുത്തശ്ശിയുടെ വക ചെറിയൊരു സമ്മാനം, കല്യാണം അങ്ങനെ പെണ്ണുങ്ങളെ കയ്യിലും കാലിലൊക്കെ സ്വർണ്ണം ഇട്ട് നടക്കണം, മോൾക്ക് ദേ ഈ മഞ്ഞ ചെരട് മാത്രമല്ലേ ഉള്ളൂ, ദേ ഈ സ്വർണ്ണമാലെങ്കിലും മോളിട്. അയ്യോ മുത്തശ്ശി എനിക്കിത് വേണ്ട, എനിക്ക് സ്വർണത്തിനോട് പണ്ടേ താല്പര്യം, മുത്തശ്ശിക്ക് അറിയാലോ, ഞാൻ ഒരു ചെറിയൊരു കമ്മല് മാത്രമേ സ്വർണത്തിന് ഇടാറുള്ളൂ, എനിക്ക് മാലയോടൊന്നും താല്പര്യം ഇല്ല, പിന്നെ അച്ഛനെ നിർബന്ധ പ്രകാരം ആ ചെറിയ മാല ഞാൻ ഇടുന്നുണ്ടായിരുന്നത്, എനിക്ക് ഈ മാല വേണ്ട മുത്തശ്ശി, ഇത് മുത്തശ്ശിയുടെ കഴുത്തിലുള്ള അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ട് തന്ന മാല തിരിച്ച് നമ്മുടെ മുത്തശ്ശിക്ക് തന്നെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ അനു. എന്നിട്ട് ആ ചെറിയൊരു ആ മഞ്ഞച്ചോടും പിന്നെ ചെറിയൊരു മാല മാത്രമേ അനു കഴുത്തിലിടുന്നുള്ളൂ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിത്രേനെയാണ് കേട്ടോ. മിത്രക്ക് പോലീസ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരിനിപ്പോ ഒരുപാടും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം, അതുകൊണ്ട് മിത്രേനെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ട് ആക്കുകയാണ്. 20,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ കോച്ചിങ് ക്ലാസ്സിലാക്കിയിട്ട് മിത്ര, അപ്പൊ കോച്ചിങ് അതായത് വലിയൊരു കോച്ചിങ് ക്ലാസ്സിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഈ കോച്ചിങ് ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് മിത്രേനെ മോട്ടിവേറ്റ് ചെയ്യാണ്. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മിത്ര ചോദിക്കേണ്ടത്, കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ടാക്കിയതൊക്കെ നല്ല കാര്യമാണ്, എത്ര ഫീസ് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ നിന്നെ നീ അറിയണത്, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഫീസ് എത്രയെന്ന് അറിയണമല്ലോ. അതിന്റെ കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, പറ ആര്യ എത്രയാ ഫീസ്? അത് 20,000 രൂപ. മാസം 20,000 രൂപയോ? ആര്യ ഇതൊന്നും വേണ്ട കേട്ടോ, 20,000 രൂപയുടെ കാര്യങ്ങളൊന്നും ഈ കോച്ചിങ് ക്ലാസ് വരേണ്ട ഒരു കാര്യമില്ല, അത് നീയാണോ തീരുമാനിക്കണം, ഇനി കുറച്ചു നാളല്ലേ ഉള്ളൂ നിനക്ക് SA ആവാൻ സെലക്ഷൻ കിട്ടാനായിട്ട്, അപ്പൊ അതിന് കോച്ചിങ് ക്ലാസ്സിൽ വരുന്നത് നല്ല കാര്യമാണ്, നീ എന്തായാലും ഒന്നും പറയാൻ നിൽക്കണ്ട, എല്ലാ ദിവസവും കോച്ചിങ് ക്ലാസ്സിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആര്യൻ നമ്മുടെ മിത്രനെ ഒരു കോച്ചിങ് ക്ലാസ്സിലൊക്കെ കൊണ്ട് ആക്കുന്നുണ്ട് കേട്ടോ. മാസം 20,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവി ഇപ്പൊ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോ നമ്മുടെ
ഒട്ടും ദേഷ്യം ഒട്ടും സഹിക്കാൻ പറ്റും, കുശുമ്പും കുഞ്ഞായ്മ ഒട്ടും സഹിക്കാൻ പറ്റാതെ സുകന്യ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയായിട്ട് റൂമിലിരുന്നിട്ട്. അപ്പോഴേക്കും നമ്മുടെ മാമൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താടി നീ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുവാണല്ലോ, ഈ ദേവമംഗലം എങ്ങനെ കത്തിച്ചു കളയാന്നാണോ, നീ ഒരുമിച്ച് എങ്ങനെ കത്തിച്ചു കളയാം എന്നാണോ നീ ആലോചിക്കുന്നത്? ധർമ്മേട്ട, ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല ആലോചിക്കണത്, ഞാൻ വേറൊരു കാര്യം ആലോചിക്കായിരുന്നു. വേറൊരു കാര്യോ? അല്ല, ഓരോരോ കാര്യങ്ങൾ നശിപ്പിക്കുക, അവരെങ്ങനെ മുടിപ്പിക്കാം, കുടുംബം എങ്ങനെ കുളം തോണ്ടാം, അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ നീ വേറെ എന്താ ആലോചിക്കണത്? അല്ല, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുക. നല്ല തീരുമാനം, വളരെ നല്ല തീരുമാനം. രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നാ മതി, പിന്നെ നിനക്ക് നിന്റെ ചെലവ് നടത്താനുള്ള പൈസ ആയല്ലോ. അയ്യോ, അങ്ങനത്തെ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന കാര്യമല്ല. പിന്നെ നീ എന്ത് ജോലിക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത്? അല്ല, ഇവിടെ ദേവി വെറുതെ ഇരിക്കായിരുന്നല്ലോ, എന്നിട്ട് ദേവിനിപ്പ ഗോമതി സ്റ്റോഴ്സിലൊക്കെ കൊണ്ടിരുത്തിയിരിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി. അല്ല, ഗോമതി സ്റ്റോഴ്സിൽ ദേവി പോയിരിക്കുന്ന പോലെ തന്നെ എനിക്കും പോയിരുന്ന എന്താ കുഴപ്പം? ശരിക്കും പറഞ്ഞാ ബാലേട്ടന് ഗോമതി സ്റ്റോഴ്സ് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ധർമ്മേട്ടന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കേണ്ടത്? ധർമ്മേട്ടനല്ലേ ഗോമതി സ്റ്റോഴ്സ് നോക്കി നടത്തേണ്ടത്? അപ്പൊ ബാലേട്ടൻ ധർമ്മേട്ടന് തരുന്നില്ല, എന്നിട്ട് കൊടുത്തേക്കുന്നത് ദേവിക്ക്. അതെങ്ങനെ ശരിയാവും? ശരിക്കും പറഞ്ഞാൽ ധർമ്മേട്ടനെയാണ് കൊടുക്കേണ്ടത്. ധർമ്മേട്ടൻ അത് താല്പര്യമില്ലെങ്കിൽ ധർമ്മേട്ടന്റെ ഭാര്യയായിട്ടുള്ള എന്റെ കൈകൾ വേണം താക്കോല് തരാനായിട്ട്. ഞാൻ ഗോമതി സ്റ്റോഴ്സ് നോക്കില്ലേ, ഇപ്പൊ ദേവി പോണ പോലെ ഞാനും പോവില്ലേ? എന്തായാലും ദേവിക്ക് ഗോമതി സ്റ്റോഴ്സിൽ പോയിരിക്കാന്നുണ്ടെങ്കിൽ എനിക്കും പോയിരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോ ധർമ്മം പറയുന്നുണ്ട്, ദേവിനെ ഗോമതി സ്റ്റോഴ്സ് ഏൽപ്പിച്ചേക്കല്ല അളിയൻ, വേറൊന്നല്ല അളിയൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ ദേവി ഇതിനു മുമ്പൊന്നും ഗോമതി സ്റ്റോഴ്സിൽ വന്നിരുന്നിട്ടുണ്ട്, അന്നൊക്കെ അളിയൻ നോക്കണേക്കാളും നന്നായിട്ട് കാര്യങ്ങളൊക്കെ അവള് നോക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യാനും അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ദേവിയുടെ കുഞ്ഞു പോയ കാര്യം. ആ കുഞ്ഞ് പോയപ്പോ ദേവി ആകെ പഴയ ദേവിയേ അല്ലേ ഇപ്പോ, ദേവി വേറെ ഏതോ ലോകത്താണ്. അപ്പൊ ദേവിയുടെ മനസ്സും കൂടി ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കടയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സുകന്യ പറയുന്നുണ്ട്, ദേവിക്ക് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവർക്കും മനസ്സിന് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ധർമ്മേട്ടൻ എന്തൊക്കെ പറയാലും നാളെ ഞാനും പോകും ഗോമതി സ്റ്റോഴ്സിൽ എന്ന് പറയണേ. എടി, ഞാൻ പറഞ്ഞ നീ ഒന്നും കേൾക്കില്ല, ഞാൻ ഒന്നും കേൾക്കില്ല. നാളെ രാവിലെ ഗോമതി സ്റ്റോഴ്സിൽ ഞാനും പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ ഉടുത്ത് കെട്ടി രാവിലെ തന്നെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാട്ടോ. അതേസമയം ഗോമതി സ്റ്റോഴ്സ് നമ്മുടെ ദേവി വന്നിരുന്നു എന്ന് നമ്മുടെ ഉദയഭാനു എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ഉദയഭാനു രാവിലെ തന്നെ വരുവാണ് ബാലന കടയിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ, ആ സമയത്ത് കടയിൽ കയറാനായിട്ട്. അങ്ങനെ ബാലന കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ദേവി മാത്രം ആ കടയിലുള്ളൂ കേട്ടോ. ആ സമയത്ത് ഉദയഭാനു കറക്റ്റ് ആയിട്ട് കടയിലേക്ക് കയറി വരുന്നുണ്ട്. അച്ഛനെന്തിനാ ഇവിടെ വന്നത്? മോളെ, നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുകയല്ലേ, നിന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ നിന്റെ കൂടെ കുറച്ചുകൂടെ നിൽക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴും കടയിൽ കുറച്ച് സാധനം മേടിക്കാനായിട്ട് ഒരാൾ വരുവാണ്. മോളെ, നീ ആൾക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഉദയഭാനു ആ മേശ വലിപ്പിന്ന് കുറച്ച് ആയിരങ്ങൾ വലിച്ചെടുക്കുക കേട്ടോ. 500 ഒരു 10-12 നോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതെല്ലാം തന്നെ ആനന്ദ് കാണുന്നുണ്ട്. ആനന്ദ് ആ സമയത്ത് കടയിലേക്ക് വരാൻ പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഉദയഭാനു പൈസ എടുത്തോണ്ട് അവിടുന്ന് പോവും ചെയ്യും കേട്ടോ. എന്ത് ദേഷ്യത്തിൽ നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദേവി, നീ എന്തിനാ ഇവിടെ വന്നത്? എന്റെ അച്ഛന്റെ പോക്കറ്റിൽ പൈസ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, എല്ലാം ആനന്ദേട്ടാ. എന്നിട്ട് നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മുടെ ഉദയഭാനുനെ കാണുന്നില്ല. എങ്കിൽ ഞാൻ മേശവലിപ്പൊന്ന് വലിച്ചു നോക്കിയേ, പൈസ ഉണ്ടോന്ന്. അയ്യോ, ഇവിടെ പൈസ എവിടെ? അതെ, നിന്റെ കള്ളൻ അച്ഛൻ എടുത്തോണ്ട് പോയി. നിനക്ക് നാണൂരടി ഇവിടെ വന്നിരിക്കാണ്ട് ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് ആനന്ദ് പറയണം. അങ്ങനെ ദേവി വിഷമത്തോടു കൂടി തന്നെ പിന്നെ നമ്മുടെ ദേവമംഗലം തന്നെ പോയി ഒരേ ഇരിപ്പ് ഇരിക്കാട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഭാഗങ്ങൾ മാത്രമാണ് തിങ്കൾ ചൊവ്വ ബുധൻ എപ്പിസോഡ്സിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ വേറെ നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെ കേൾക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.